കോൺഗ്രസിന്റെ വക്താവായ ജയറാം രമേശ് ചൂണ്ടിക്കാണിക്കുന്നത് 30 കോടി സാധാരണ ഇന്ത്യക്കാരെ ബലിയാടുകളാക്കിക്കൊണ്ടാണ് അദാനിക്ക് സഹായഹസ്തം നീട്ടിക്കൊടുത്ത് അദാനിയെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഒരു ഭാഗത്ത് ഈ സബ്സിഡികളൊക്കെ വെട്ടിക്കുറച്ച് പാവപ്പെട്ടവരെ കഷ്ടത്തിലാക്കുമ്പോൾ മറുഭാഗത്ത് കോർപ്പറേറ്റ് ഇൻകം ടാക്സ് വെട്ടിക്കുറച്ച് കോർപ്പറേറ്റുകളെ കൂടുതൽ ലാഭത്തിലേക്ക് വിടുന്നു. അതാണ് ഈ പറയപ്പെട്ട BJP ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭരണകൂടങ്ങളും കോർപ്പറേറ്റുകളും തമ്മിൽ ചങ്ങാത്തം കൂടുക, ഭരണകൂടങ്ങളുടെ ഇംഗിതം അനുസരിച്ച് കോർപ്പറേറ്റുകൾ മുന്നോട്ട് പോവുക. ഇതാണ് തോമസ് പിക്കറ്റിയുടെ ക്യാപിറ്റൽ ഇൻ ദ 21st സെഞ്ചുറി എന്ന ഗ്രന്ഥം. ഈ ക്യാപിറ്റൽ ഇൻ ദ 21st സെഞ്ചുറി എന്ന ഗ്രന്ഥം എന്താണ് പറയുന്നത്? അതായത് എല്ലാ ഭരണകൂടങ്ങളും ക്രോണി ക്യാപിറ്റലിസം, അതായത് ചങ്ങാത്ത മുതലാളിത്തം, ഭരണകൂടങ്ങളും മുതലാളിത്തവും തമ്മിലുള്ള കൂട്ടുകെട്ട്, അതിനെയാണ് ചങ്ങാത്ത ഭരണകൂടം, ചങ്ങാത്ത ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ചങ്ങാത്ത ക്യാപിറ്റലിസമാണ്. ഭരണകൂടങ്ങളും കോർപ്പറേറ്റുകളും തമ്മിൽ ചങ്ങാത്തം കൂടുക, ഭരണകൂടങ്ങളുടെ ഇംഗിതം അനുസരിച്ച് കോർപ്പറേറ്റുകൾ മുന്നോട്ട് പോവുക. കോർപ്പറേറ്റുകളുടെ സഹായത്തിനാണ് ഭരണകൂടങ്ങൾ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. അതിന് ഞാൻ ഒന്നാന്തരം ഒരു ഉദാഹരണം ഇന്ത്യയിൽ നിന്ന് തന്നെ പറഞ്ഞു തരാം. ഇവിടുത്തെ ക്രോണി ക്യാപിറ്റലിസം എങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ. കോർപ്പറേറ്റ് ഇൻകം ടാക്സ് 30% നരേന്ദ്രമോദി ഭരണത്തിൽ വരുന്ന 2014. ഇപ്പോ 2023, 24 ബജറ്റ്, 25, 26 ബജറ്റ് ഒക്കെ ആവുമ്പോഴത്തേക്കും കോർപ്പറേറ്റ് ഇൻകം ടാക്സ് 20% കുറഞ്ഞിരിക്കുന്നു. 30% നിന്ന് ഘട്ടമായി കോർപ്പറേറ്റ് ഇൻകം ടാക്സ് 20% കുറഞ്ഞിരിക്കുന്നു. ഇതേ കോർപ്പറേറ്റ് ഇൻകം ടാക്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ എത്രയാണ് എന്ന് വെബ്സൈറ്റ് വഴി എന്റെ സുഹൃത്തുക്കൾ ഒന്ന് കണ്ടെത്തണം. അപ്പോൾ നിങ്ങൾക്കറിയാം ആ ക്രോണി ക്യാപിറ്റലിസം അവിടെയും ഉണ്ട് ക്രോണി ക്യാപിറ്റലിസം. പക്ഷെ അതിനേക്കാളും എത്രയോ ക്രൂരഭാവത്തോടെയാണ് ഇന്ത്യയിൽ ഈ ക്രോണി ക്യാപിറ്റലിസം ഇപ്പൊ നടക്കുന്നതെന്ന്. അപ്പൊ ഇത് പറയുമ്പോ ഈ ചങ്ങാത്ത മുതലാളിത്തത്തോട് ഉള്ള ആ അഭിനിവേശം എത്ര കണ്ടു വലുതാണ് എന്ന് അറിയണമെങ്കിൽ വേറെ ഒരു കാര്യം കൂടി പറയണം. എന്താണത്? അതായത് മോദി ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബജറ്റ് 2014-15 ബജറ്റ്, ആ ബജറ്റിൽ പറഞ്ഞ ഒരു പ്രഖ്യാപനമുണ്ട്. ആ ബജറ്റും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കിട്ടും, ഒന്ന് എടുത്തു നോക്കുക. ഘട്ടമായി സബ്സിഡികൾ ഇല്ലാതെയാക്കും. സബ്സിഡികളുടെ ഗുണഭോക്താക്കൾ ആരാണ്? ഓഫ് കോഴ്സ് സബ്സിഡി ആണെങ്കിൽ അതിന്റെ ഗുണഭോക്താവ് ധനികനും ദരിദ്രനുമായിരിക്കും. പക്ഷെ ആർക്കാണ് അതിന്റെ കൂടുതൽ പ്രയോജനം അതിന് ആവശ്യമുള്ളത്? ദരിദ്രർക്കാണ്. അതായത് പോപ്പുലേഷന്റെ താഴെ തട്ടിലുള്ളവർക്കാണ് ഈ സബ്സിഡിയുടെ, കാർഷിക മേഖലയിലുള്ള സബ്സിഡി. ഓർക്കണം, ഇന്ത്യയിലെ കർഷകരിൽ 55% പേർ ഇപ്പോഴും കൃഷിയിലാണ്. അത് 45% നരേന്ദ്രമോദിയുടെ ഭരണം ഈ 2014 ശേഷം 45% കർഷകരുടെ സംഖ്യ 55% വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഈ അടുത്ത നാളിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുന്നു, കർഷകർ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടിലേക്ക് പോകുന്നത്? സബ്സിഡികൾ ഘട്ടമായി കുറച്ചു എന്ന് വെച്ചാൽ ഫെർട്ടിലൈസർ സബ്സിഡി കുറയ്ക്കുന്നു, വാട്ടർ സബ്സിഡി കുറയ്ക്കുന്നു, ഇലക്ട്രിസിറ്റി സബ്സിഡി കുറയ്ക്കുന്നു. ഇതൊക്കെ പാവപ്പെട്ട കർഷകരെ വലിയ ദുരിതത്തിലാക്കും. അപ്പൊ അങ്ങനെ ഒരു ഭാഗത്ത് ഈ സബ്സിഡികളൊക്കെ വെട്ടിക്കുറച്ച് പാവപ്പെട്ടവരെ കഷ്ടത്തിലാക്കുമ്പോൾ മറുഭാഗത്ത് കോർപ്പറേറ്റ് ഇൻകം ടാക്സ് വെട്ടിക്കുറച്ച് കോർപ്പറേറ്റുകളെ കൂടുതൽ ലാഭത്തിലേക്ക് വിടുന്നു. അതാണ് ഈ പറയപ്പെട്ട BJP ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെയാണ് ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഗവൺമെന്റുകൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ബുക്ക്, അതായത് ക്യാപിറ്റലിസം ഇൻ ദ 21st സെഞ്ചുറി എന്ന ഗ്രന്ഥത്തിൽ തോമസ് പിക്കറ്റി ഈ ക്രോണി ക്യാപിറ്റലിസം, ഈ ചങ്ങാത്ത മുതലാളിത്തത്തെ പറ്റി പറയുന്നത്. അതുപോലെ തന്നെ അതിനോടൊക്കെ കിടപിടിക്കുന്ന മറ്റൊരു ബുക്കാണ് ഇത് ജെയിംസ് ഓട്ടീസിന്റെ ബുക്കാണ്. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ഈ ബുക്കിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ബുക്കിന്റെ ഹെഡ്ലൈൻസ് പേരെന്നൊന്ന് നോക്കൂ. 7 Deadly Economic Sins. 7 Deadly Economic Sins. ഏതൊക്കെയാണ് ഈ 7 Deadly Economic Sins? ഇതാ ഒന്നാമത്തെ പേജിൽ തന്നെ ആ 7 Deadly Economic Sins കിടക്കുകയാണ് ഈ പുസ്തകത്തില്. നോക്കൂ,
ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം, പച്ചമഷിയിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം എന്താണത്? പ്രൈഡ്, ഗ്രീഡ്, ലസ്റ്റ്, എൻവി, ഗ്ലൂട്ടണി, റാത്ത് ആൻഡ് സ്ലോത്ത്. ഇതൊക്കെയാണ് അപ്പൊ ഈ 7 മാരകമായ എക്കണോമിക് സിൻസ്, അതുപോലെ തന്നെ ഈ കോർപ്പറേറ്റുകളെ കെട്ടിപ്പിടുത്തം, ഇതൊക്കെയും കൂടി ഭരണകൂടത്തിന്റെ ഭരിക്കുന്നവരെ ഏറ്റുകഴിഞ്ഞാൽ, അവരെ ബാധിച്ചു കഴിഞ്ഞാൽ, ബാധ പോലെ ബാധിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സാധാരണക്കാരുടെ അവസ്ഥ? അത്തരം ഒരവസ്ഥയാണ് ഇന്ത്യയിൽ നമ്മൾ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല്, ഈ പറയുന്നത് പോലെ ഈ അദാനിക്ക് വേണ്ടിയിട്ടുള്ള ഇത്തരം ചരടുവലികൾ, LICയിൽ നിന്ന് പണം കൊടുക്കേണ്ടി വന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. വാഷിംഗ്ടൺ പോസ്റ്റിലെ ഈ റിപ്പോർട്ടിനെ പറ്റി, ഈ അദാനി ഗ്രൂപ്പിനെ പറ്റി, LICയുടെ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയുമുള്ള റിപ്പോർട്ട്, ആ റിപ്പോർട്ടിനെ പറ്റി അദാനി ഗ്രൂപ്പിന്റെ അഭിപ്രായം എന്താണ്? ഇത് ടാർണിഷ് ചെയ്യാൻ വേണ്ടി, അദാനി ഗ്രൂപ്പ് കമ്പനികളെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥയാണ്. അത് മാത്രവുമല്ല, ഇവിടുത്തെ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സെക്ടറിനെ തന്നെ ആക്ഷേപിക്കാനും അതിന്റെ വിശ്വാസ്യത തകർക്കാനും വേണ്ടിയുള്ള തീവ്രമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം കള്ളക്കഥകൾ എന്നാണ് ഇവർ പറയുന്നത്. അതായത് LIC തീരുമാനങ്ങൾ എടുത്തത്, LICയുടെ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും കൂടി ഐകകണ്ഠേന തീരുമാനം എടുത്തതാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിനകത്തൊരു ഭാഗമേ അല്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, അദാനി കമ്പനികൾ AAA റേറ്റിംഗ് ഉള്ള കമ്പനിയാണ്. അത്തരം റേറ്റിംഗ് ഉള്ള കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് തനിയെ ഒഴുകിയെത്തിക്കൊള്ളും. അതിൽ എന്ത് അപകടമാണ് ഇരിക്കുന്നത് എന്നാണ് അദാനി വാഷിംഗ്ടൺ പോസ്റ്റിലെ ആർഗ്യുമെന്റിനെതിരായിട്ട് ഉയർത്തുന്ന ചോദ്യങ്ങൾ. അദാനി അത് മാത്രവുമല്ല, അദാനി പറയുന്നു, ഇത് അദാനി ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിനെ മാത്രമല്ല തേജോവധം ചെയ്യുന്നത്, എന്താ പറയുക, ഇന്ത്യയുടെ പരമാധ്യക്ഷ പദം കൈക്കൊണ്ട് പ്രവർത്തിച്ചു പോരുന്ന ഇന്ത്യയുടെ വികസനത്തിലേക്ക്, അതായത് 2047 ആവുമ്പോഴത്തേക്കും ഇന്ത്യയെ വികസിത ഭാരതമാക്കി മാറ്റാനായിട്ട് കൈയും മെയ്യും മറന്ന് പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിയെ കൂടി തേജോവധം ചെയ്യത്തക്ക രീതിയിലാണ് ഈ വാഷിംഗ്ടൺ പോസ്റ്റിലെ കമന്റ്സ് എന്നാണ് അദാനി വിമർശനം എന്നാണ് അദാനി പറയുന്നത്. അതേ സമയത്ത് കോൺഗ്രസിന്റെ വക്താവായ ജയറാം രമേശ് ചൂണ്ടിക്കാണിക്കുന്നത് 30 കോടി സാധാരണ ഇന്ത്യക്കാരെ ബലിയാടുകളാക്കിക്കൊണ്ടാണ് അദാനിക്ക് സഹായഹസ്തം നീട്ടിക്കൊടുത്ത് അദാനിയെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്തതും ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണ്. അതുപോലെ മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാരും ആവശ്യപ്പെടുന്നത് ഈ LICയുടെ അദാനി ഗ്രൂപ്പിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി കൃത്യമായ രീതിയിൽ പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എൻക്വയറി നടത്തണം. എൻക്വയറി നടത്തി എന്താണ് എന്നത് വെളിച്ചത്ത് കൊണ്ടുവരണം. എന്നിട്ട് അവിടെ ശിക്ഷിക്കപ്പെടേണ്ടവർക്ക് ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യണം എന്നാണ്.